എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും ആസ് എ ഡയറക്ടർ എനിക്ക് ഒരു സംശയം മാറ്റാനായിട്ടുള്ള ഒരു ലൈനിൽ രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ആങ്കറായ സുസിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. സെലേനയ്ക്ക് ശേഷം നിൻ്റെ കരിയർ ഗ്രാഫ് എങ്ങനെയായിരിക്കും നീ ഡിസൈഡ് ചെയ്യണത്? ഹൗ ഡു യു വാണ്ടഡ് ടു ഗോ? അത് സുസികയ്ക്ക്. ഇനി ഗീതയോട് നമ്മുടെ ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സംശയമാണ്. അത് ഞാൻ അന്നേരം ചോദിച്ചു, നിങ്ങളൊന്നും പറഞ്ഞില്ല. ഞാനിപ്പോൾ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് അതിൻ്റെ ബാക്ക് സ്റ്റോറി എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടിയാണ് ഞാനത് ചോദിക്കുന്നത്. നമ്മൾ ഡിലീറ്റ് ചെയ്ത ഒരു സീൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഡിന്നർ സെർവ് ചെയ്യുന്നത് എല്ലാവർക്കും, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആകെ പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തടച്ചിലും കരച്ചിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതെന്തായിരുന്നു ആ കരച്ചിലെന്ന് ഞാൻ ഊഹിക്കുന്നത് അത് ആ ഫ്രൈഡ് റൈസിൻ്റെ വിഷയമാണെന്നാണ് കണ്ടുപോകുന്നത്. അപ്പോൾ അത് തന്നെയാണോ അത് ഇനി ഇത് വേറെ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ചേച്ചി തന്നെ പറയൂ, എന്തിനാണ് ആ ഫ്രൈഡ് റൈസ് വിളമ്പുന്ന സീൻ? അത് സിനിമയിലില്ല, പക്ഷെ ആ സീൻ എടുത്തപ്പോ ഭയങ്കര ഒരു പൊട്ടിക്കരച്ചിൽ അവിടെ വന്നു. അതെന്തിനാണ്? പൊട്ടിക്കരഞ്ഞില്ലെങ്കിലും കണ്ണ് നിറഞ്ഞു. കണ്ണ് നിറഞ്ഞ് ഒരു വിതുമ്പലൊക്കെ വന്നത് എന്തിനാണ്? പ്രൊഡക്ഷന്റെ ഫ്രൈഡ് റൈസിന് ഉപ്പ് കുറഞ്ഞിട്ടാണോ അതെയോ? ആക്ച്വലി ഞാൻ ആ ഒരു സീൻ സിനിമയിൽ ആ സീൻ ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്നത് എത്രത്തോളം പ്രേക്ഷകർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് ഒരു സെർവൻ്റായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ചും വർഷങ്ങളായിട്ട് ഒരു വോയിസ് ഇല്ലാണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ പലതും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരാളിനെ സ്വാഭാവികമായിട്ടും ഞാനാണ് അങ്ങനെ ഒരാളെന്ന് വെച്ചോളൂ. ഇപ്പം എന്നെയാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് സ്വീകരിച്ചിരുത്തി അങ്ങനെ ഒരു ട്രീറ്റ് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അയ്യോ, അത് എനിക്കെന്തോ ആക്ച്വലി ആ നിമിഷത്തിൽ രതി എന്ന് പറഞ്ഞ ആ സ്ത്രീ അവരൊരു പക്ഷെ അത്രയും ഇമോഷണൽ ആവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ എന്തിനാണ് ഇമോഷണൽ ആവുന്നത്? എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ അവരെ ചേർത്ത് നിർത്തി അവരുടെ കൂടെ ഇരുന്ന് ഒരു ഉരുള ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കത് ഭയങ്കര വലിയ സന്തോഷമായിരിക്കും. ആ സ്ത്രീ ആ ഡൈനിങ് ടേബിളിൽ വർഷങ്ങളായിട്ട് ഭക്ഷണം വിളമ്പിയിട്ടുണ്ടാവും. അതെ അതെ അല്ലേ? അതെ. അതില് അച്ചായന് വിളമ്പിയുണ്ട്, അച്ചായന്റെ ആദ്യത്തെ ഭാര്യയ്ക്ക് വിളമ്പിയുണ്ടാവും, അവര് വെക്കേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് വിളമ്പിയുണ്ടാവാം, അവിടെ വന്നു പോകുന്ന ഗസ്റ്റുകൾക്ക് വിളമ്പിയുണ്ടാവും, അവരവിടെ അങ്ങനെ പലർക്കും ഭക്ഷണം വിളമ്പിയുണ്ടാവും. അതിൽ അവരെന്ത് കഴിച്ചു എന്ന് പോലും ആരും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അത്തരം ഒരു സ്ഥലത്ത് അവരെ വിളിച്ചിരുത്തി അങ്ങോട്ട് വിളമ്പി കൊടുത്ത് കഴിക്കൂ ചേച്ചി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ മേ ബി അതെ അങ്ങനെയും സംഭവിക്കാം. അതെ. അപ്പൊ സിദ്ധുവേട്ടന് അത് മനസ്സിലായി കാണും, അന്നും മനസ്സിലാവാത്ത പോലെ അഭിനയിച്ചായിരിക്കും. ഈ ഒരു ഉത്തരം കൺവിൻസ് ആയി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കിത് പറഞ്ഞപ്പോൾ ശരിയാണ്, അങ്ങനെ ഒരു കണക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഇനി എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് എന്താ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് എടുക്കേണ്ട ഒരു സ്റ്റേജ് ആണെന്ന് എനിക്ക് തോന്നി. ഇതേപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ചൊരു ഗ്ലാമർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യില്ല. കാരണം ഇനി എനിക്ക് ചെയ്യേണ്ടത് വേറെ ഒരു കൈൻഡ് ഓഫ് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇനിയത്തെ ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുക. ആൻഡ് ഇതിനു മുൻപ് നമ്മൾ ചൂസ് ചെയ്തിരുന്ന പോലെ അല്ലാതെ കുറച്ചെങ്കിലും നമ്മളുടെ ക്യാരക്ടറിന് എന്താണ് ഉള്ളത് എന്ന് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. അത് വിജയിക്കുകയോ പരാജയിക്കുകയോ അതൊന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദിയൊക്കെ വന്നാൽ ഞാൻ ചൂസ് ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. കാരണം ഇത് എനിക്കൊരു സ്പെഷ്യലാണ്. അപ്പം ഇത് അങ്ങനെ തന്നെ സ്പെഷ്യലായിട്ട് നിൽക്കട്ടെ.